ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയോട് ഹരിത ചായ ഇടാൻ പറഞ്ഞിരിക്കുകയാണ്. നന്ദിനി ആ സ്പോട്ടിന് തന്നെ എനിക്ക് ചായ ഇടാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ. എനിക്കൊരു കോഫി ഇട്ട് തരാൻ നിനക്ക് പറ്റില്ലേ? ഇല്ല, പറ്റില്ല. അപ്പോഴേക്ക് ഇന്ദ്രജ പറയണ, ഓഹോ, നിനക്ക് അത്ര ധിക്കാരായോ? അത് കേൾക്കുന്ന വേദ പറയണേ, ഇവളെ ക്ലാസ് എടുത്തത് കൊണ്ടാണ് ഇവളിങ്ങനെ മറുപടി പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കുന്ന നന്ദിനി പറയാണ്, അല്ല, ഞാൻ അതുകൊണ്ടല്ല. ഈ ഇരിക്കുന്ന ഹരിത ഹരിത മാഡം, നിങ്ങൾ എന്നോട് ചായ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, കോഫി ഇടുക പാടില്ല, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന ഹരിത പറയണേ, ഇവിടുത്തെ വീട്ടിലെ വേലക്കാരോട് പലതും പല നേരത്തും ഇവിടുത്തെ മുതലാളിമാർ പറയും എന്ന് വെച്ചിട്ട് അത് കേട്ടിട്ട് അതിന് തിരിച്ച് മറുപടി നൽകാനല്ല നിന്നെ ഇവിടെ ആൻറ്റി ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മര്യാദക്ക് പോയി കോഫി ഇട്, എനിക്കൊരു കോഫി കൊണ്ടുപോകാൻ എന്ന് പറയാം കേട്ടോ. സമയം ശരിയെന്ന് പറഞ്ഞിട്ട് നന്ദിനി പോവുകയാണ്. ഇതേ സമയം ആദ്യത്തെ അവളുടെ ആ മറുപടി കേട്ടപ്പോൾ ഇവരെല്ലാവരും പേടിച്ചു. അപ്പോൾ വിജയ് പറയാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് അവളിൽ നിന്ന് വന്നത്. പക്ഷേ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷയില്ല അവൾക്ക് ഇങ്ങനെ ഒരു മറുപടി പറയാൻ കഴിയുമെന്ന്. എന്നാൽ അവളത് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ സൂര്യയുടെ ക്ലാസ് കൊണ്ടായതാണ്. സൂര്യ അത്രയും ക്ലാസ് കൊടുത്തിട്ടുണ്ടാവും എന്ന് ഇന്ദ്രജ് പറയുകയാണ്. അങ്ങനെ ഹരിതേ, നിന്നെക്കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നീയാണ് അവളെ വരച്ച വരയിൽ നിർത്തുന്നത്. എന്തായാലും അവളുടെ ഒരു വേലത്തിലും നിന്നിൽ നടക്കുന്നില്ല എന്ന് പറയാണ്. അത് നിങ്ങളെല്ലാവരും ഇങ്ങനെ പേടിക്കുന്നത് കൊണ്ടാണ്. എന്തിനാ കാര്യമുള്ളത് തുറന്നു പറയാൻ ഒരാളെ ഭയക്കുന്നത്? അതങ്ങ് പറയണമെന്ന് പറയാണ്. പിന്നീട് കിച്ചണിലോട്ട് ചെല്ലുകയാണ്. കിച്ചണിൽ ചെല്ലുമ്പോൾ രാജു ചോദിക്കുക, എന്താ മോളെ നീ ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്? അതെ, ഒരു കോഫിയും കൂടി ഇടണം. അതെന്തിനാ ഒരു കോഫിയും കൂടി ഇടുന്നത്? അത് സൂര്യസാറിന് ഇട്ട ഈ കോഫി ഉണ്ടല്ലോ, അത് ഞാൻ ഹരിത മേഡത്തിന് കൊണ്ടു കൊടുക്കുക. എൻ്റെ കുഞ്ഞ്, നീ എന്തിനാ വെറുതെ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്? അല്ല, പെട്ടെന്ന് രാജുവേട്ടൻ സൂര്യസാറിനൊരു കോഫി ഇട്ടെ, ഇതിപ്പോൾ ഞാൻ തൽക്കാലം അങ്ങോട്ട് കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം നിന്നോട് ഹരിതയ്ക്ക് ഇന്നലെ ഹരിത പറഞ്ഞത്, ആ കൊച്ചി നിന്നോട് പറഞ്ഞത് അവളുണ്ടാക്കിയ ഭക്ഷണമൊന്നും ഞാൻ കഴിക്കില്ല എന്നല്ലേ നിന്നോട് പറഞ്ഞത്. പിന്നെ നീ അവൾക്കൊരു ചായ ഇടണോ, ഒരു കോഫി ഇടണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ പറയണേ, ഇല്ല, ഇനി ഇതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട, ഇതാണ്ട് കൊണ്ടു കൊടുക്കുക എന്ന് പറയണേ. അങ്ങനെ ആ കോഫിയുമായി ഹരിതയുടെ അടുത്തോട്ട് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ഹരിതക്കാണെങ്കിലോ ഈ കോഫി ടേബിളിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഹരിത ചോദിക്കുകയാണ്, എന്തോന്നടി നീ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്താ ഞാൻ ചെയ്തത് എന്ന്. അപ്പോഴേക്കും നന്ദിനി ചോദിക്കുകയാണ്, അതെ, ഈ കോഫി കൊണ്ടുവരുമ്പോൾ ഒന്നെങ്കിൽ മാഡം ഇതാ കോഫി, അല്ലെങ്കിൽ അമ്മേ ഇതാ കോഫി എന്ന ബഹുമാനത്തോടു കൂടി ഒരു യജമാനത്തിയോട് സംസാരിക്കുന്ന ആ ഒരു ബഹുമാനം നിന്നിൽ വേണമെന്ന് പറയണം. അപ്പോഴേക്കും രാജു കിച്ചണിൽ ആ കോഫിയുടെ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും രാജു ഇങ്ങോട്ടേക്ക് വരിക. രാജുവിന് എന്തൊക്കെയോ പന്തികേട്. ആ ഹരിത എന്തോ പുറപ്പാടിനാണ്, നന്ദിനി കൊച്ചിനെ ഇനിയും വേദനിപ്പിക്കാനുള്ള ആ പരിപാടിയാണ്. എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് രാജു എത്തുന്ന നോക്കുകയാണ്. ഈ സമയം അതിനോട് പറയണേ, മര്യാദക്ക് നീ എന്നെ മേഡെന്ന് വിളിക്കണേ. അപ്പോൾ ഇത് കേട്ട് ഇവർക്ക് 3 പേർക്കും വല്ലാത്തൊരു സുഖം തന്നെ കേട്ടോ. അപ്പോൾ വിജയ് പറയണേ, ഇവൾക്ക് വല്ലാത്തൊരു തൊലിക്കട്ടി തന്നെ, അപാരം തന്നെ. ഇന്നലെ സൂര്യയിൽ നിന്ന് ഇത്രയൊക്കെ കേട്ടിട്ടോ ഇവൾക്ക് ഒരു പേടിയില്ലാതെ വീണ്ടും വീണ്ടും നന്ദിനിയെ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇന്ദ്രജ പറയണേ, മിണ്ടാതിരിക്കുക, നമ്മളെല്ലാവരും ആഗ്രഹിച്ച കാര്യമില്ലേ നടക്കുന്നത്. അങ്ങനെ നന്ദിനിയോട് വീണ്ടും പറയാണ്, മര്യാദക്ക് നീ എന്നെ മാഡം ഇതാ കോഫി എന്ന് പറയടി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അമ്മ എന്നോ അങ്ങനെ മറ്റെന്തെങ്കിലും വിളിക്കടി, അപ്പോഴേക്കും ആൻറ്റി എന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കും. അപ്പോഴേക്കും നന്ദിനി ഇതാ മാഡം കോഫി എന്ന് പറയണേ. അങ്ങനെ ഈ കോഫി അങ്ങ് കൊടുക്കുകയാണ് നന്ദിനി. നന്ദിനി ഈ കോഫി കൊടുത്ത് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും, ഒന്ന് നീ അവിടെ നിന്നേ, നീ എന്ത് കോഫി അടി ഇട്ട് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മാഡം അതിനെന്താ കുഴപ്പം, ഇതിൽ തീരെ മധുരമില്ല എന്ന് പറയണേ. അപ്പോൾ ഈ സമയം നന്ദിനി പറയണേ, അയ്യോ, പാകത്തിനുള്ള മധുരമൊക്കെ ഞാനിട്ടല്ലോ എന്ന് ചോദിച്ചതും, ഓഹോ, നീ എന്നെ പഠിപ്പിക്കുന്നോ എന്ന് പറഞ്ഞിട്ട് ഈ തിളച്ച കോഫി നന്ദിനിയുടെ മുഖത്തോട്ട് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. ഈശ്വര, പറയാനില്ല, നന്ദിനിയുടെ ദേഹം അങ്ങ് പൊള്ളുകയാണ്. നന്ദിനി പൊട്ടി പൊട്ടി കരയുകയാണ്. അയ്യോ, എൻ്റെ മേലെ എനിക്ക് പൊള്ളുന്നേ, എനിക്ക് നീറുന്നേ എന്ന് പറഞ്ഞ് ഇതാക്കുമ്പോൾ ഇന്ദ്രജയും വേദയും വിജയൊക്കെ ആകെ എന്താ പറയേണ്ടത്, അവർക്ക് പോലും ഷോക്കായി പോവാണ്. അവർ ഇരുന്നോടന്ന് പെട്ടെന്ന് എണീറ്റ് നിൽക്കുകയാണ്. ഇതേ സമയം, എന്താടി നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആവാം, അത് ഇത്രത്തോളം ആവരുത്. നീ എന്ത് ദേഷ്യടി നീ എന്നോട് കാണിച്ചത്? അതിന് മാത്രം ഞാൻ നിന്നോട് എന്തടി ചെയ്തത്? നീ കോഫിയിൽ എന്താ മനഃപൂർവ്വം? മാഡം, ഞാനതിൽ മധുരം ഇട്ടതാണ്, എനിക്ക് വല്ലാതെ നീറുന്നതെന്ന് പറയണേ. അപ്പോഴേക്കും രാജു, മോളെ നീ ഇങ്ങോട്ടേക്ക് വന്നേ, നിൻ്റെ മുഖം പൊള്ളിയിട്ടുണ്ടാവും, നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയണേ. അങ്ങനെ രാജു വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഇന്ദ്രജ പറയാണ്, അയ്യോ ഹരിതേ, ഇതിൻ്റെ പിറകിലൊരു പ്രശ്നം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. എപ്പോഴേക്കും വിജയ് പറയാം, സംശയിക്കാറുണ്ടാവും, വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവും. നന്ദിനിയുടെ മുഖത്ത് തിളച്ച കോഫിയാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഹരിതയ്ക്ക് എന്തായാലും ഒന്നും തന്നെ ആരും തന്നെ എന്നെ ഒന്നും പറയില്ല എന്ന് ഹരിത പറയുകയാണ്.
അങ്ങനെ ഇപ്പുറത്ത് രാജുവേട്ടൻ സൂര്യ സാറിന് കോഫി കൊണ്ടു കൊടുക്കുക. ആദ്യം ഞാൻ റൂമിൽ പോട്ടെ, അതിനുശേഷം രാജുവേട്ടൻ വന്നാൽ മതിയെന്ന് പറയണം, ശരിയെന്നും പറയണം. അപ്പോൾ ഈ സമയം സൂര്യ ആണെങ്കിലോ ഉറക്കത്തിൽ നിന്നിങ്ങനെ പതിയെ എണീറ്റ് വരികയാണ്. അപ്പോഴേക്കും നന്ദിനി സൂര്യ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പതിയെ ഇങ്ങനെ റൂമിലോട്ട് കയറിയിട്ട് ബാത്റൂമിലോട്ട് പോകുമ്പോഴേക്കും നന്ദിനി നീ എന്താ എന്നോടൊന്നും മിണ്ടാതെ പോകുന്നത്? അപ്പോഴേക്കും നന്ദിനി ഇങ്ങനെ പുറം തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ സൂര്യ ചോദിക്കുക, ഇതെന്താടോ നീ തിരിഞ്ഞ് നിൽക്കുന്നത്, നീ ഇങ്ങോട്ടേക്ക് തിരി, അതെന്താ സൂര്യ സാർ എന്ന് ചോദിക്കുകയാണ്. അല്ല, നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ നീ മറന്നോ? അല്ല, മറന്നിട്ടില്ല, ഞാനൊന്ന് ബാത്റൂമിലോട്ട് പോകട്ടെ. എന്താ നന്ദിനി നീ എൻ്റെ മുഖത്തോട് തിരിഞ്ഞ് നിൽക്കാത്തത്? നീ പുറം തിരിഞ്ഞ് നിൽക്കുന്നത് എന്തിനാ? അതെന്താ നന്ദിനി നീ എന്നെ നേരിടാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴേക്കേ എന്ത് പ്രശ്നം, ഒന്നുമില്ല സൂര്യ സാർ എന്ന് പറഞ്ഞിട്ട് തൻ്റെ സാരിയുടെ മുന്താണി എടുത്തിട്ട് തൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ മറച്ച് വെച്ചിട്ട് ഇല്ല സൂര്യ സാർ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത്. അപ്പോഴേക്കും സൂര്യ നോക്കുമ്പോൾ നന്ദിനിയുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഒരുതരം കരിവാളിപ്പ് ഇങ്ങനെ കാണുകയാണ്, നെഞ്ചത്തൊക്കെ ഇത് കാണുകയാണ്. ഇതെന്താ നന്ദിനി നിൻ്റെ ദേഹത്ത് എന്ന് പറയുമ്പോഴാട്ടോ രാജു കടന്നു വരുന്നത്. ആ സമയം ഉടൻ തന്നെ നന്ദിനി ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പോഴേക്കും ഈ മുന്താണി പിടിച്ചിട്ട് ഒരൊറ്റ വലി നെഞ്ചത്ത് നിന്നും വലിച്ചിടുകയാണ് സൂര്യ. ഇതെന്താ നന്ദിനി എന്നാണ് നിന്നോട് ഞാൻ ചോദിച്ചത്, ഇതെന്താ? അപ്പോഴേക്കും നന്ദിനി ഒന്നുമില്ല സൂര്യ സാറ്, അത് പിന്നെ കോഫി പോയതാണ് എൻ്റെ കയ്യിൽ നിന്ന്. കോഫി പോവുകയെ? കോഫി എങ്ങനെ നിൻ്റെ മുഖത്ത് നെഞ്ചത്തോട്ട് പോകുന്നത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യം, എങ്ങനെ പോയി? രാജേട്ടാ എന്താ ഇവിടെ സംഭവിച്ചത്? മര്യാദക്ക് രാജേട്ടൻ കറക്റ്റ് പറഞ്ഞോ. അത് നന്ദിനി കൊച്ചി രാവിലെ തന്നെ എണീറ്റ് വന്ന് എല്ലാവർക്കും കോഫി ഇട്ട് കൊടുത്തു, ഹരിത മേഡത്തിനും ഇട്ട് കൊടുത്തു. എന്താ നന്ദിനി നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത, നീ എന്താ ഇങ്ങനെ ആയത്? അവൾ പറഞ്ഞ അടിമത്തം നിന്നിൽ എന്തിനാ കാണിക്കുന്നത്? നീ ആരോട് അനുകമ്പ കാണിക്കേണ്ട നന്ദിനി? അപ്പോഴേക്കും അത് സൂര്യ സാർ അത് മാത്രമല്ല, ഇവളെ ഇട്ട് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഇട്ട് തരണമെന്നും മേഡം എന്ന് വിളിക്കണമെന്നും ആൻറ്റി എന്ന് വിളിക്കണമെന്നും പറഞ്ഞ് കോഫി ഉണ്ടാക്കിച്ച് കൊണ്ടുവന്ന് ആ തിളച്ച കോഫി നന്ദിനി കൊച്ചിൻ്റെ മുഖത്തോട്ട് ഒഴിച്ചു. അപ്പോഴേക്കും നന്ദിനി മിണ്ടല്ലേ രാജേട്ടാ? ഇല്ല മോളെ, എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല, ആ കൊച്ചിൻ്റെ ക്രൂരത ഓരോ ദിവസവും കൂടി വരികയാണ് എന്ന് പറയണം. അപ്പോൾ രാജേട്ടൻ എന്താ ഇത് ഇവിടെ കോഫി കൊണ്ടുവന്നതാ, സൂര്യക്ക് കോഫി കൊണ്ടുവന്നാ പറയാം. അപ്പോഴേക്കും ഈ കോഫി അങ്ങ് വാങ്ങുകയാണ്. കോഫി അങ്ങ് തന്നേക്ക്, ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങ് വന്നേ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ കൈയും പിടിച്ച് ഒരു കയ്യിൽ കോഫിയും പിടിച്ച് താഴത്തോട്ട് വരികയാണ്. അപ്പോൾ രാജു അവൾക്കുള്ള കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടിക്കോളും, അവൾ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അവളുടെ അഹങ്കാരത്തിന് കുറച്ചൊരു കുറവ് വരുത്തണം എന്ന് രാജു മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. അങ്ങനെ വിജയ് പറയാണ്, ഇതെന്തായാലും ഇപ്പം എന്തെങ്കിലും തീരുമാനമാവും എന്ന് പറയുമ്പോഴാണ് സൂര്യയുടെ കടന്നു വരവ്. ഇപ്പോൾ സൂര്യ ആണെങ്കിലോ കയ്യിലൊരു കോഫിയുണ്ട്, ഒരു കയ്യിൽ നന്ദിനിയുണ്ട്. അപ്പോൾ ഇത് കാണുന്ന വിജയ് പറയാണ്, എൻ്റെ ഇന്ദ്രജ ഇവിടെ എന്തെങ്കിലും സംഭവിക്കും, അത് ഉറപ്പാണ്, സൂര്യ ഇതങ്ങനെ വെറുതെ വിടില്ല. അപ്പോഴേക്കും സൂര്യ അലറിയും കൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ നന്ദിനിയുടെ മുഖത്ത് കോഫി ഒഴിച്ചത്? ഈ തിളച്ച വെള്ളം ആരാണ് ഒഴിച്ചത്? അപ്പോൾ കേൾക്കുന്നവരെല്ലാവരും പേടിച്ചു പോവുക. വേദ, ഇന്ദ്രജ, വിജയൊക്കെ മാറി നിൽക്കുകയാണ്. ഹരിതയാണെങ്കിലോ ആ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കില്ല. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ആരാണ് എൻ്റെ നന്ദിനിയുടെ മുഖത്ത് കോഫി ഒഴിച്ചത്? അത് കേട്ട ഉടനെ നന്ദിനി പറയണേ, ഹരിത പറയണേ, ഞാനാണ് ഒഴിച്ചത് സൂര്യ, അതിനെന്താ എന്ന് ചോദിക്കുകയാണ്. അതങ്ങ് പറഞ്ഞതേ ഹരിതക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും സൂര്യയുടെ കയ്യിലുള്ള കോഫി ഹരിതയുടെ മുഖത്തോട്ട് അങ്ങ് ഒഴിക്കുകയാണ്. ഇത് കാണുന്ന ഹരിത ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ അടി തനിക്ക് കിട്ടുമ്പോൾ ഹരിതയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഹരിത ആകെ പകച്ചു പോവുകയാണ്. ഹരിത ആകെ ഒരു ഭയത്തോടു കൂടി നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താടി വിചാരിച്ചത്? നീ ചെയ്തതുപോലെ പ്രവൃത്തി നന്ദിനിക്ക് ചെയ്യാൻ അറിയില്ലേക്കും, എന്നാൽ സൂര്യക്ക് ചെയ്യാനറിയും. സൂര്യയുടെ പെണ്ണാണ് നന്ദിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ നേർക്ക് നീ വിരൽ ചൂണ്ടരുത്. എന്നിട്ടും നീ വിരൽ ചൂണ്ടുകയാണെങ്കിൽ നീ എന്തൊക്കെ ചെയ്യുന്നോ അതേ നാണയത്തിൽ ഞാൻ തിരിച്ചു ചെയ്യും. ഇത് നീ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇനി മേലിൽ എൻ്റെ നന്ദിനിക്ക് നേർക്ക് നീ ഒരു വിരൽ ചൂണ്ടിയാൽ 10 വിരൽ നിൻ്റെ നേർക്ക് ഞാൻ ചൂണ്ടോടി എന്നും പറഞ്ഞിട്ട് സൂര്യ അങ്ങ് ആ തിളച്ച കോഫി എടുത്തിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് നന്ദിനി സോറി മേഡം എന്ന് പറയാൻ കേട്ടോ ഹരിതയോട്. ഹരിത, നീ ഒന്ന് പോടി എന്ന് ഹരിത നന്ദിനിയോട് തിരിച്ച് പറയാണ്. നന്ദിനി എന്ന് പറഞ്ഞ് അപ്പോഴേക്കും സൂര്യ വിളിക്കുകയാണ്. അപ്പോൾ സൂര്യയുടെ പിറകെ നന്ദിനി ഓടിച്ചെല്ലുകയാണ് കേട്ടോ. ഇനി ഇവരുടെ ജീവിതം മൊത്തം മാറി മറിയുകയാണ്. അങ്ങനെ സൂര്യ നന്ദിനിയെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. എന്നിട്ട്, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ നിനക്ക് എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞു അവർക്ക് നീ വെച്ചുണ്ടാക്കി കൊടുക്കരുത്. രാജുവേട്ടൻ അവിടെ വന്നേ, ഇനി മേലിൽ നന്ദിനി കിച്ചണിൽ കയറിയ രാജുവേട്ടനായിരിക്കും ശിക്ഷ കിട്ടാൻ പോകുന്നത്. നന്ദിനിയെ കിച്ചണിൽ
കയറ്റുകയോ ഒരു പണി എടുപ്പിക്കുകയോ അവർക്കാർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയോ നന്ദിനി ചെയ്താൽ രാജുവേട്ടനായിരിക്കും ശിക്ഷ. നന്ദിനി, നീ ചെയ്യാൻ പാടില്ല. ഇന്ന് മുതൽ രാജുവേട്ട, എനിക്ക് കോഫി കൊണ്ടുവരുന്നത് പോലെ നന്ദിനിക്കുള്ള കോഫി രാജുവേട്ടൻ ഇവിടെ എത്തിച്ചിരിക്കണം. അതല്ല എങ്കിൽ സൂര്യ ആരാണെന്ന് രാജുവേട്ടൻ അറിയും. അപ്പോൾ സൂര്യ സാർ, എനിക്കെന്നൊന്നും നീ പറയാൻ നിൽക്കണ്ട. നീ വീട്ടിലെ ഒരു പണി ഇനി ചെയ്യാൻ അനുവദിക്കില്ല. നീ ഈ വീട്ടിലെ സൂര്യയുടെ പെണ്ണാണെങ്കിൽ ആ ഒരു അന്തസ്സിൽ നീ നിൽക്ക്, ആ ഒരു സ്റ്റാൻഡേർഡിൽ നീ നിൽക്കുക. അതല്ലെങ്കിൽ ഇവരുടെ ആട്ടും തുപ്പും തൊഴിയൊക്കെ നീ കൊള്ളേണ്ടി വരും. എപ്പോഴും നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് അതേ നാണയത്തിൽ, ഞാൻ കൊടുത്ത നാണയത്തിൽ നീ തിരിച്ചു കൊടുക്കുകയെന്ന് പറയാൻ കേട്ടോ. ഈ സമയം സൂര്യ രാജു അവിടെ നിന്ന് പോവുകയാണ്. അതെ, സൂര്യ സാർ എന്ന് പറയുമ്പോൾ, എന്താ നീ എന്നെ വിളിച്ചത് സൂര്യ സാർ എന്നോ? എന്നെ സൂര്യ സാർ എന്ന വിളി വേണ്ട, ഏട്ടാ എന്ന് വിളിക്ക്. എന്ത് സൂര്യ സാർ? നന്ദിനി, ഞാൻ എന്നോട് എന്താ പറഞ്ഞത്? ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു ഭർത്താവിനെ സാധാരണ ഭാര്യമാർ വിളിക്കുന്ന പേരെന്താണ്? ഏട്ടാ എന്നോ അല്ലെങ്കിൽ സൂര്യേട്ട. തനിക്ക് എന്താ ഇഷ്ടമുള്ളത് വെച്ചാൽ അതുപോലെ വിളിക്ക്. അല്ലാതെയും കണ്ട് താൻ എന്നെ സൂര്യ സാർ എന്ന് വിളിക്കണ്ട. ഒന്നെങ്കിൽ സൂര്യേട്ട എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ലേട്ട എന്ന് വിളിക്കുക. ഇതിലേതെങ്കിലും ഒരു വിളിയായിരിക്കണം. ഇനി എല്ലാവർക്കും മുന്നിൽ നീ അത് വിളിക്കണം എന്ന് പറഞ്ഞ് സൂര്യ ജീവിതം തന്നെ ആകെ മാറ്റിമറിച്ച് തുടങ്ങുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്ത സൂര്യയുടെ ഈ പ്രവൃത്തി പത്മക്കും ഹരിതക്കും കൂടുതൽ തിരിച്ചടിയാവുകയാണ് കേട്ടോ.